അവരെ വിളിച്ചുകൊണ്ട് ശരിയാമണത്തിൽ ചോദിക്കണം, അള്ളാഹുവിനെ അല്ലാതെ ഇവരെ ഇലാഹാക്കുന്നുണ്ടോ, ഇവരെ ആരാധ്യരാക്കുന്നുണ്ടോ, സ്വയം ദാത്ത് കൊണ്ട് ഇവർക്കൊക്കെ ഉപകാരപ്രദം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവർക്ക് സ്വന്തമായിട്ട് അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം, അള്ളാഹു ഇച്ഛിക്കാത്തൊരു കാര്യം ഈ ഔലിയാക്കൾക്കും മൺമറഞ്ഞു പോയ ആളുകൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ, അള്ളാഹു ഇച്ഛിക്കാതെ നിങ്ങളുടെ സ്വയം ഭാഗത്തുനിന്ന് ചെയ്തു തരാൻ ഇവർക്ക് കഴിവുണ്ടോ എന്ന് അവരോട് ചോദിച്ചറിയണം. എന്നിട്ടാണ് ഫത്വ കൊടുക്കാൻ പാടില്ല. അതും ചോദിച്ചറിയാതെ തോന്നിയമാതിരി ചെയ്യാൻ പാടില്ല. അപ്പൊ അതിലേക്ക് അത് ചെറിയ തെറ്റല്ല, വലിയ തെറ്റാണ്. അത് ചിലപ്പോൾ ഈ പറയുന്ന ആള് എന്റെ നേതാക്കന്മാര് പറഞ്ഞതാണ്, അങ്ങനെ പറയാൻ നിൽക്കണ്ട. അവരെ വിശ്വസിച്ചുകൊണ്ടൊന്നും നിങ്ങളല്ല വിടുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. തെറ്റാണത്. അത് 40 ആള് കൂടിയാലും വേണ്ടില്ല, 40,000 ആള് കൂടിയാലും വേണ്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ ഇജ്മാഅ കൊണ്ട് അല്ലെങ്കിൽ ഖിയാസ് കൊണ്ട് ഈ പ്രമാണങ്ങളെ കൊണ്ട് നമ്മൾക്ക് നിഷിദ്ധമാണ് എന്ന് തെളിഞ്ഞൊരു കാര്യം അത് നേതാക്കന്മാര് പറഞ്ഞു എന്നുള്ളത് ഏറ്റു പറഞ്ഞാൽ അനുയായികളോടാണ് പറയുന്നത്. വെറുതെ നിങ്ങൾ ആഹ്റം കേടുവരുത്തണ്ട. ഈ വ്യക്തികളൊന്നും നാളെ അള്ളാഹിന്റെ മുന്നിലുണ്ടാവും. വിഷയങ്ങളില് ലൊറുറത്തിന്റെ വിഷയങ്ങളിൽ ഫിത്തനയാവാത്ത വിഷയങ്ങളില് പലയിടത്തും എങ്ങനെയൊക്കെ ഫിത്തന ഉണ്ടാവുമെന്ന് തോന്നാണെങ്കിൽ ഫിത്തന ഇല്ലായിരിക്കുമ്പോൾ എങ്ങനെയെന്നൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അത് ഫിത്തന ഇല്ലായിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കാം എന്ന് ഫിക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പഠിക്കണം. ഫിത്തന ഉണ്ടാവുമ്പോൾ വലിയ പാപം, ഫിത്തന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പാപം വരുമെന്ന് തോന്നാണെങ്കിൽ അവിടെ എന്ത് ചില കാര്യങ്ങളിൽ പാപങ്ങളൊന്നും വരില്ല, ഫിത്തനയെ ഭയപ്പെടുന്നില്ല എങ്കിൽ അവിടെയുള്ള ശരീഅത്തിന്റെ ഫിക്ക് അതേ വിഷയത്തിൽ തന്നെ എന്താണ് ചില കാര്യങ്ങളുണ്ട് അതുപോലും മറികടന്നുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഇതൊക്കെ ശരിക്കും പഠിക്കണം. എന്നിട്ട് ഇത് പൊതുജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇസ്ലാം അങ്ങനത്തെ കാടത്തരാണ്, എന്നിട്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ വല്ല ആനുകൂല്യങ്ങൾ ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ വേണ്ടോ, ഫിഖിലില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ട. ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കണം എന്ന് ഞാൻ. അങ്ങനെ ഇവിടെ സഹോദര്യത്തോടു കൂടിയിട്ടും നമ്മൾ ഇസ്ലാമിന്റെ ദായരത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. ഇസ്ലാമിന്റെ ആദർശത കൊണ്ട് കളയുക. ആരെയും കാഫിർ എന്ന് വിളിച്ചുകൊണ്ട് ഒരു മുസ്ലിമിനെയും നിങ്ങൾ പരാമർശിക്കരുത്. ഒരു ഹൈന്ദവനെയും നിങ്ങൾ കാഫിർ എന്ന് വിളിക്കുക. ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവനെ കാഫിർ എന്ന് വിളിക്കൂ. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എന്തിനാ നിങ്ങൾ വിളിച്ചു നടക്കണം? നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അടങ്ങുന്ന മുസ്ലിം സമുദായത്തിനോടാണ് പറയുന്നത്. ഇസ്ലാമിൽ എവിടെയെങ്കിലും അവരെ നിങ്ങൾ കാഫിർ എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ തന്നെ യാ യുഹന്നാസ് എന്നാണ് പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലയോ ജനങ്ങളെ, എന്ത് നല്ല السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم وصل على جميع الأنبياء المرسلين وعلى ملائكة الله المقربين ولا عباد الله الصالحين. അൽഹംദുലില്ലാ. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാവരെയും അല്ലാഹു തആല വിശ്വാസികളാക്കി എല്ലാവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് ഇന്ന് വീഡിയോയിൽ എത്തിയത്. അതായത് ഇന്ന് പൊതുവെ കേട്ടുവരുന്നൊരു കാര്യമാണ് ജനങ്ങളെ ഇസ്ലാമിൽ നിന്നും പുറത്തായ, അതായത് അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാത്ത ആളുകളെ പറയുന്ന വാക്ക് കാഫിർ എന്ന വാക്ക് ഇന്ന് പൊതുവെ മുസ്ലിമീങ്ങൾ തന്നെ സംഘടന തിരിഞ്ഞുകൊണ്ടും അല്ലെ മറ്റു വിധേനയും പ്രയോഗിക്കുന്നത് ഇന്ന് കണ്ടുവരുന്നുണ്ട്, കേട്ടുവരുന്നുണ്ട്. വളരെ വിഷമമുണ്ട്. ദീനിനെ പ്രബോധനം ചെയ്യുന്നവർ എന്ന പേരിൽ അറിയപ്പെടുന്നവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിശുദ്ധ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ച അതിന് കീഴിലുള്ള മുസ്ലിമീങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിർ എന്നുള്ള പേരുപയോഗിച്ച് കാഫിറാക്കുന്ന ഒരു രീതി കണ്ടുവന്നപ്പോൾ അത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. അപ്പൊ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്.
ഇതെല്ലാവരും ശരിക്കും മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് ഈ ആശയം എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം ഒരിക്കലും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെ ഒരിക്കലും നമ്മൾ കാഫിർ എന്ന് പറയാൻ പാടില്ല. അത് വലിയ തെറ്റാണ്. പാരമ്പര്യ മുസ്ലിമീങ്ങളായ പഴയ ആളുകളെ അവരുടെ മേലൊക്കെ ഈ പേര് പറയുകയും അവരൊന്നും ഇസ്ലാമിലുള്ളവരെ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല എന്ന് പറയുകയും അങ്ങനെ അവരൊക്കെ വെച്ചു പോന്ന അന്നു മുതൽ ഇന്ന് വരെയുള്ള പല പള്ളികളും അത് അമ്പലങ്ങളാണെന്നും അവിടെയുള്ള ഇമാമിങ്ങളൊക്കെ ഈ നേരത്തെ പറഞ്ഞതായ പേര് ഇമാമികളുടെ മേലെ പറഞ്ഞുകൊണ്ട് അവർ പൂജാരികളാണെന്നും അവർ കാഫിറുകളാണെന്നുമുള്ള വിധത്തിലുള്ള വാക്കുകള്, ആശയം വരുന്ന വാക്കുകള് വലിയ ഇസ്ലാമിന്റെ പ്രബോധകരെന്ന് പറയുന്ന ആളുകൾ പോലും പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാത പിൻപറ്റുന്നവരാണ് നമ്മൾക്കുള്ള നേതാവ്. ആ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയിലേക്ക് അടുപ്പിക്കാനും മുത്തുനബിയെ സംബന്ധിച്ച് പറഞ്ഞു തരുവാനും മുത്തുനബിയുടെ ആദർശങ്ങളെയും ആശയങ്ങളെയും നമ്മളിലേക്ക് എത്തിച്ചു തരുവാനുമാണ് യഥാർത്ഥത്തില് മശൈഖന്മാര്, ഔലിയാക്കള്, പണ്ഡിതന്മാര് എന്നവരെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റ് എന്ന് പറയുകയും അവരെ തിരുത്താൻ പരിശ്രമിക്കുകയും ചെയ്യുക. അതാണ് അതിന്റെ ശരി. എല്ലാവരും മോശമായി ആക്ഷേപിക്കൽ അത് ആരായാലും ചെയ്യും. അത് അങ്ങനെയുള്ള മോശമായി ആക്ഷേപിച്ചുകൊണ്ടുള്ള രീതിയല്ല ഇസ്ലാമിലുള്ളത്. മനസ്സിലാവുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധ കലിമ ചൊല്ലിയ ആളാണെങ്കിൽ അയാൾ തിരുത്താൻ പരിശ്രമിക്കും. എപ്രകാരം ഖവാരിജികളെ പോലും അവരെ സംബന്ധിച്ച് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവോട് ചോദിച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫത്വക്ക് അനുസരിച്ച് അവർ ഇസ്ലാമിൽ വളരെയധികം നമ്മൾ ആക്ഷേപിക്കുകയും അവർ വഴിപിഴച്ചവരാണെന്ന് പറയുന്നവരാണ് നമ്മൾ. ഖവാരിജികള് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയോ അതല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെയോ ആരെയും അംഗീകരിക്കാതെ സ്വന്തമായിട്ട് അവര് സ്വന്തം ഇന്ന് പല ഹദീസുകളെയും അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിന്റെ തള്ളിക്കളയുകയും ഞങ്ങൾ ഖുർആൻ കൊണ്ട് മാത്രമേ വിധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായിട്ടുള്ള ഗർഭിണികളെ പോലും അവരെ അലി റളിയല്ലാഹു അൻഹുവിനും അതല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും കീഴിൽ അംഗീകരിച്ചു. അതായത് മുസ്ലിമീങ്ങളായി അവർ നീങ്ങുന്നത് കാരണത്താൽ, അവരെ പിൻപറ്റുന്നത് കാരണത്താൽ മുസ്ലിമത്തുകളായ ഗർഭിണികളായ സ്ത്രീകളെ പോലും ജീവനോടെ വയറുകയറുടെ കുഞ്ഞുങ്ങളെ പോലും പുറത്തെടുത്തുകൊണ്ട് കൊലപാതകം ചെയ്യുകയും ആ ഗർഭിണികളെ അങ്ങനെ കൊന്നുകളയുകയും ചെയ്ത ഖവാരിജികൾ ഖുർആന് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുകയും എന്നാൽ ഖുർആന്റെ പല കാര്യങ്ങളും അവർ അംഗീകരിക്കാതിരിക്കുകയും പല ഹദീസുകളെയും ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ദുർബലമാണ് എന്ന് പറഞ്ഞു മാറ്റുകയും ചെയ്തൊരു ഗ്രൂപ്പാണ് ഖവാരിജികൾ. അലി റളിയല്ലാഹു അൻഹു വധിച്ചതായ ഇബ്നു മുൽജിം പോലും പരിശുദ്ധ ഖുർആനെ നല്ലവണ്ണം ഓതുന്ന ആളായിരുന്നു. കൂടുതൽ പരിശുദ്ധ ഖുർആനുമായിട്ടാണ് അവർ കൂടുതൽ ബന്ധപ്പെട്ട് നിന്നിരുന്നത്. മാത്രമല്ല അയാളെ കൊല്ലുന്ന സന്ദർഭത്തിൽ പോലും അയാൾ അള്ളാഹുവിന്റെ ദിക്റിലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ദിക്റിലായിരുന്നു. അയാൾ അവയവങ്ങളോ മറ്റോ അതിന് പീഡനമേൽക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ഷഹീദാക്കിയത് കാരണത്താൽ ശിക്ഷിക്കപ്പെടുമ്പോൾ അപ്പോഴൊക്കെ ദിക്റ് ചൊല്ലുകയും എന്നാൽ സന്തോഷത്തോടുള്ള മുഖഭാവം കാണിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം അയാൾ ചെയ്ത വലിയ പുണ്യകർമ്മമാണ്. അലി റളിയല്ലാഹു അൻഹു വധിച്ചത് വലിയ പുണ്യകർമ്മമാണ്. 27-ാം രാവിന് പരിശുദ്ധ കഅബ ഷരീഫിന്റെ കില്ല് പിടിച്ചുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു ഉത്തരം ചെയ്തതാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് നീങ്ങുന്ന അയാളെ അവസാനം നാവ് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞപ്പോൾ, ചരിത്രത്തിലുള്ളതാണ്, നാവ് അരിഞ്ഞെടുക്കാൻ തിരിഞ്ഞപ്പോൾ അയാളെ പേടിക്കാൻ തുടങ്ങി, അയാൾ വിറക്കാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ്
ഈ നാവരിയുമ്പോൾ മാത്രം നിങ്ങൾ ഇത്ര പേടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ ഇതുവരെ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലിയിരുന്നത് നാവാണ്, എനിക്ക് അള്ളാഹുവിന്റെ ദിക്ർ ചെല്ലാൻ പറ്റൂലല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പേടി. അത്രക്കും അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസമൊക്കെ പറയുന്ന ആളാണ്, ഖവാരിജികളിൽപ്പെട്ട ആളാണ്. മനസ്സിലാവുന്നു? അയാള് അതൊക്കെ ഉൾക്കൊള്ളുന്ന ഖവാരിജികൾ. ഈ ഖവാരിജികളെ സംബന്ധിച്ച് അലി റളിയല്ലാഹുവിനോട് അവരെ സംബന്ധിച്ച് വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞത്, അവര് കാഫിർ എന്നുള്ള ഖിതാബല്ല അലി റളിയല്ലാഹു പറഞ്ഞത്, മറിച്ച് എന്താ പറഞ്ഞത്, അവര് പാപികളാണ്, വലിയ തെറ്റാണ് അവർ ചെയ്യുന്നത്, അവർ വലിയ പാപത്തിലാണ്. അലി റളിയല്ലാഹു ഷഹീദാക്കുന്നതിന് മുന്നേ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരമാണ്, അവര് പാപികളാണ്, അവര് വഴിപിഴച്ചവരാണ്, പാപികളാണ് എന്നാണ് അലി റളിയല്ലാഹു പറഞ്ഞത്. അല്ലാതെ കാഫിർ എന്നുള്ള ഖിതാബ് അവരിലേക്ക് അലി റളിയല്ലാഹു കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഏതായാലും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പള്ളികളിലുള്ള ഇമാമിങ്ങളെ പിടിച്ചിങ്ങാണ്ട് പൂജാരികളാണ്, അവർ കാഫിറാണ്, അവർ മുശ്രിക്കാണെന്നും പറയരുത്. മനസ്സിലാവുന്ന അവരുടെ ഹൃദയം നമ്മൾ എന്താ പറയാ പിളർന്ന് നോക്കിയിട്ടൊന്നുമില്ല. അവരെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന ആളുകള് ഖബർ സിയാറത്ത് ചെയ്യുന്നവരാണ്, ഞാൻ ഉൾപ്പെടുന്ന ആളുകള് എന്താ പറയാ ഈ ഫാത്തിഹയും യാസീനും ഓതി മഹാന്മാർക്ക് അതിന്റെ സവാബ് മുത്തനബിക്ക് മഹാന്മാർക്ക് എത്തിച്ചു കൊടുക്കണേന്ന് അള്ളാഹിനോട് പറയുന്നവരാണ്. കാരണം ഇവരിലൂടെയാണ് നമുക്ക് ദീനൊക്കെ എത്തിയവർ, എത്രയോ ത്യാഗം സഹിച്ചതിന് ശേഷമാണ് നമുക്ക് ദീനൊക്കെ എത്തിയത്. അതുകൊണ്ട് അവർക്കൊരു ഒരു സമ്മാനം എന്നുള്ള നിലക്ക് ഹദീസിന്റെ പിൻബലത്തോടെ തന്നെയാണ് സുന്നികൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സിയാറത്ത് ചെയ്യുമ്പോഴും മനസ്സിലാവുണ്ടോ, ഇലാഹാക്കാറൊന്നുമില്ല. അങ്ങനെ ആരും ഇലാഹാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് തന്നെ അവരുടെ ഹൃദയങ്ങൾ നമ്മൾ പിളർന്ന് നോക്കിയിട്ടുണ്ട്. എന്നാൽ അവരുടെ ചില പ്രവർത്തനങ്ങള് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘത്തിന്റെ ഒരു പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ അതിലേക്ക് ഉന്നയിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് ശരിയാമണത്തിൽ ചോദിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ഇവരെ ഇലാഹാക്കുന്നുണ്ടോ, ഇവരെ ആരാധ്യരാക്കുന്നുണ്ടോ, സ്വയം ദാത്ത് കൊണ്ട് ഇവർക്കൊക്കെ ഉപകാരപ്രദം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവർക്ക് സ്വന്തമായിട്ട് അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം, അള്ളാഹു ഇച്ഛിക്കാത്തൊരു കാര്യം ഈ ഔലിയാക്കൾക്കും മൺമറഞ്ഞു പോയ ആളുകൾക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ അള്ളാഹു ഇച്ഛിക്കാതെ നിങ്ങളുടെ സ്വയം ഭാഗത്തുനിന്ന് ചെയ്തു തരാൻ ഇവർക്ക് കഴിവുണ്ടോ എന്ന് അവരോട് ചോദിച്ചറിയണം. എന്നിട്ടാണ് ഫത്വ കൊടുക്കാൻ പാടില്ല. അതും ചോദിച്ചറിയാതെ തോന്നിയമായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിലേക്ക് അത് ചെറിയ തെറ്റല്ല, വലിയ തെറ്റാണ്. അത് ചിലപ്പോൾ ഈ പറയുന്ന ആള് കാഫിറായി പോകും. അങ്ങനത്തെ തെറ്റാണ്. ഇതിനൊന്നും അംഗീകരിക്കാനും പാടില്ല, പ്രോത്സാഹിപ്പിക്കാനും പാടില്ല, അവരെ പിൻപറ്റാനും പാടില്ല. അവരൊക്കെ ഒഴിവാക്കുന്നത് അള്ളാഹുവിനും റസൂലിനും വിശ്വസിച്ച് നാളെ മഹ്ശറയില് നമ്മൾ സ്വർഗത്തിൽ പോവാനാണല്ലോ. ഏത് സംഘടനകളായാലും ആരായാലും അതാണല്ലോ ലക്ഷ്യം. അപ്പൊ അങ്ങനെയൊക്കെ ലക്ഷ്യമാകുമ്പോൾ അവര് പിന്നെ സംഘടന ഭ്രാന്ത് നല്ലതല്ല. സംഘടന അല്ലെങ്കിൽ സംഘടനയുടെ നേതാവ് പറഞ്ഞു എന്നുള്ള നിലക്ക് എല്ലാവിധമായ തെണ്ടിത്തരങ്ങളും വിവരമില്ലാത്ത ആളുകള് ഈ സംഘടനാ നേതാക്കന്മാരുടെ വിമാരമൊന്നുമല്ല, അവരിലൊക്കെ തെറ്റുപറ്റും. മനസ്സിലാവുണ്ടോ? അപ്പൊ അവർക്ക് കേട്ടുങ്ങാണ്ട് എന്റെ നേതാക്കന്മാര് പറഞ്ഞതാണ് അങ്ങനെ പറയാൻ നിൽക്കണ്ട. അവരെ വിശ്വസിച്ചുകൊണ്ടൊന്നും നിങ്ങളത് വിടുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. ഇത് തെറ്റാണത്. അത് 40 ആള് കൂടിയാലും വേണ്ടില്ല, 40,000 ആള് കൂടിയാലും വേണ്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ ഇജ്മാഅ കൊണ്ട് അല്ലെങ്കിൽ ഖിയാസ് കൊണ്ട് ഈ പ്രമാണങ്ങളെ കൊണ്ട് നമ്മൾക്ക് നിഷിദ്ധമാണ് എന്ന് തെളിഞ്ഞൊരു കാര്യം അത് നേതാക്കന്മാര് പറഞ്ഞു എന്നുള്ളത് ഏറ്റു പറഞ്ഞാൽ അനുയായികളോടാണ് പറയുന്നത്. വെറുതെ നിങ്ങൾ ആഹ്റം കേടുവരുത്താൻ ഈ വ്യക്തികളൊന്നും നാളെ അള്ളാഹിന്റെ മുന്നിൽ ഉണ്ടാവില്ല. അത് മുജാഹിദായാലും വേണ്ടില്ല, ഇനി ഏത് ജാഹിദായാലും വേണ്ടില്ല, ഏത് സലഫികളായാലും വേണ്ടില്ല, ഏത് സംഘടന ആയാലും വേണ്ടില്ല. മനസ്സിലാവുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അവരുടെ അനുയായികളായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകൂല. അവരുടെ അനുയായികളാകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്തെല്ലാം കുഫർ അവരിൽ വന്നിട്ടുണ്ട്, എന്തെല്ലാം ശിർക്ക് അവരിൽ വരുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അതൊക്കെ ശരിക്കും നിഷ്പക്ഷമായിട്ട് ഒരാളും മുജാഹിദ് ആയിക്കൊണ്ട് അല്ലെ സലഫി ആശയക്കാരനായിക്കൊണ്ട് സത്യത്തെ തിരയരുത്. സത്യത്തെ തിരയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു തആല ഈ 4 പ്രമാണങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം സത്യത്തെ തിരയേണ്ടത്. ഖുർആനും ഹദീസും മാത്രമല്ല, വേറെ 2 പ്രമാണങ്ങളുണ്ട്. അതുകൂടി വെച്ചിട്ട് നിങ്ങൾ സത്യത്തെ തിരയും. സത്യത്തെ തിരയുന്നവൻ സത്യം കണ്ടെത്തിയാൽ അതിലേക്ക് മാറലാണ് വേണ്ടത്.
അല്ലാതെ നിന്നുകൊണ്ട് എന്റെ നേതാക്കന്മാരെടുത്ത് അല്ലെങ്കിൽ എന്റെ അനുയായികളെടുത്ത് എന്ത് ചെയ്യും, അവരൊക്കെ നമ്മളെ മോശമായിട്ട് കരുതൂലേ? അനുയായികളൊക്കെ പറയില്ലേ ഇപ്പൊ പിന്നെ പഴച്ചുപോയി, ജനങ്ങൾ എന്ത് പറയും, അല്ലെ എന്നോട് ബന്ധപ്പെട്ടവർ എന്ത് പറയും, അല്ലെ എന്റെ ഉസ്താദന്മാർ എന്ത് പറയും, നേതാക്കന്മാർ എന്ത് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിൻപറ്റിയിട്ട് നിങ്ങൾ നീങ്ങാണെങ്കിൽ നാളെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിങ്ങൾ എന്ത് പറയും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ നാം ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു താല വഴി കാണിച്ചത്. ഞാൻ കുറച്ച് ഹദീസുകൾ പറഞ്ഞു തരാം, ചില ഹദീസുകള് പറഞ്ഞു തരാം. ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ഞങ്ങളുടെ ഇവിടെയുള്ള BM ജുമാഅത്ത് പള്ളിയിൽ പോയപ്പോ ഒരു ഉസ്താദ്, അവിടുത്തെ ഖത്തീബ് മഹാനവറുകള് ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു ചെറിയ പ്രഭാഷണം ഇന്ന് നടന്നുകൂടി ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് പറഞ്ഞപ്പോൾ എനിക്കൊരു ചിന്ത വന്നാണ്, ഇത് വലിയൊരു വിഷയമാണ്, ഇത് ഗൗരവമുള്ള വിഷയമാണല്ലോ ഉസ്താദ് പറയുന്നത്, ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സബ്ജക്റ്റ് ഞാൻ എടുത്തുകൊണ്ട് നിങ്ങളും വേണ്ടി. പ്രിയമുള്ളവര്, ഇതിനെ സംബന്ധിച്ച് ഒരു ഹദീസ് പറയും. മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി വ്യക്തി, അവര് പറഞ്ഞ ഒരു ഹദീസ്, അവരിൽ തൊട്ട് നിവേദനം ചെയ്തൊരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന്. അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ട്, ഒരാളെ കാഫിറാക്കുന്നതിനോട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ, അതിന്റെ ഗൗരവവും കാര്യങ്ങളും മനസ്സിലാക്കാൻ വളരെയധികം കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മനസ്സിലാവും. മുത്തഫഖുൻ അലൈഹിയായ, അല്ലെങ്കിൽ ഞാനിപ്പോ ഇത് എടുത്തിട്ടുള്ളത് സ്വഹീൽ ബുഖാരിയിൽ നിന്നാണ്, ഫത്തുൽ ബാരിയിൽ, അതുപോലത്തെ സ്വഹീൽ ബുഖാരി. അപ്പോ ഇത് അതില് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞു, ഇത് അവരുടെ സ്വഹീഹിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസിലേക്ക് വരാം. عن أسامة بن زيد رضي الله عنهما قال ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമ അവരെ തൊട്ട് നിവേദനം, അവര് പറഞ്ഞു, ബഅസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹുറഖത്ത് ബിൻ ജുഹൈന, ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുഹൈനയിൽ നിന്നും ഹുറഖത്തിലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചു. ഫസബ്ബഹനൽ ഖൗമ അലാ മിയാഹിഹിം, അപ്പോൾ ഞങ്ങള് ജനതയെ, ഈ ജനങ്ങളെ, ഞങ്ങൾ കൂടെയുള്ള ആളുകളെ ഞങ്ങള് എത്തിച്ചു, ഞങ്ങൾ കൊണ്ടുപോയി അലാ മിയാഹിഹിം, ഈ ഹുറഖത്തിലുള്ള ആളുകളുടെ വെള്ളം സംഭരിക്കുന്ന, വെള്ളമുള്ള വെള്ളങ്ങൾ, അവരുടെ ജലാശയങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. ഞാനും അൻസാരിയിൽ നിന്നുള്ള ഒരു വ്യക്തിയും അവരിൽ നിന്നുള്ള ഒരു പുരുഷനെ, ഒരു വ്യക്തിയെ പിന്തുടർന്നു. ഫലമ്മ ഖശൈനാഹു, ഞങ്ങൾ അദ്ദേഹത്തെ പൊതിഞ്ഞപ്പോൾ, അതായത് അദ്ദേഹത്തെ കീഴടക്കിയപ്പോൾ, ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് അവര് അമുസ്ലിമീങ്ങളായ ഒരു വിഭാഗത്തിലേക്ക് പ്രബോധനാർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചതാണ്. അങ്ങനെ അവരുടെ ജലാശയത്തിൽ കൊണ്ടുപോയി അവരോട് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ യുദ്ധത്തിലുള്ള ഒരു ഇതിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു റജുലിനെ അവർ പിന്തുടർന്ന് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പൊതിഞ്ഞു. അവരെ കീഴടക്കിയ സന്ദർഭത്തിൽ ഇദ്ദേഹം എന്ത് പറഞ്ഞു? ഞാൻ വിശ്വസിച്ച അള്ളാഹിന്റെ, അതായത് ദീൻ, പരിശുദ്ധ ദീൻ വിശ്വസിച്ചു, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഫകഫ അൻഹു, അപ്പോ അൻസാരിയിൽപ്പെട്ട ആ വ്യക്തി എന്ത് ചെയ്തു? ഫകഫ അൻഹു, അദ്ദേഹം എന്ത് ചെയ്തു? ഈ കെലിമ ചൊല്ലുന്നതിന് തടഞ്ഞു. ഈ കെലിമ ഒന്നും ചെല്ലണ്ട, ടാച്ച് കുടിക്കാൻ അപ്പൊ ചെല്ലിയതല്ലേ എന്നുള്ള നിലക്ക് തടഞ്ഞു. ഞാനതിനെ വിശദീകരിക്കുകയാണ്. ഹദീസിലുള്ളത് ഫകഫ അൻഹു, അപ്പോൾ അദ്ദേഹത്തെ തൊട്ട് അൻസാരി എന്ത് ചെയ്തു? തടഞ്ഞു. ഫകഫ അൻഹുൽ അൻസാരിയു, അൻസാരിയായ വ്യക്തി അത് തടഞ്ഞു. ഫത്വഅൻതുഹു ബിറഹ്മി ഹത്താ ഖതൽതുഹു, ഞാൻ എന്ത് ചെയ്തു? അവനെ എന്റെ റുംഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്തത്തിനാ പറയാം. ഫത്വഅൻതുഹു ബിറുംഹി ഹത്താ ഖതൽതുഹു, അവനെ കൊല്ലുന്നത് വരെ ഞാൻ കുന്തം കൊണ്ട് കുത്തി. ഈ റിവായത്തിൽ അങ്ങനെയുള്ളത്, കുന്തം കൊണ്ട് കുത്തി. അങ്ങനെ എന്ത് ചെയ്തു? അവൻ മരിച്ചു, അവനെ കൊന്നു കളഞ്ഞു എന്നർത്ഥം. ഞാൻ കൊന്നു അദ്ദേഹത്തെ. ഫലമ്മ ഖദിംനൽ മദീന, അങ്ങനെ ഞങ്ങൾ മദീനത്തിൽ ഇതൊക്കെ കഴിഞ്ഞ് മദീനയിൽ എത്തിയപ്പോൾ ബലഗദാലിക നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിഷയം ഇങ്ങനെ കെലിമ ചൊല്ലിയിട്ടും അതിനെ തടയുകയും പരിശുദ്ധ കെലിമ ചൊല്ലിയതിനു ശേഷവും ഞാൻ അവനെ കൊന്നു എന്നുള്ളതും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തി. ഞാൻ ഈ ഹദീസിൽ പറഞ്ഞിട്ട് ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വിശദീകരിക്കുകയാണെന്ന് മാത്രം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ഉസാമത്തു അഖതൽതഹു ബഅദമാ ഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ ഉസാമ, അല്ലേ ഉസാമ,
നിങ്ങൾ കൊന്നു കളഞ്ഞു പോ അദ്ദേഹത്തെ. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും നിങ്ങൾ കൊന്നു കളഞ്ഞു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, ഇന്നമാ കാന മുതഅവ്വിദൻ, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കൊണ്ട് ഇന്നമാ കാന മുതഅവ്വിദൻ, അദ്ദേഹം അഭയം തേടുക മാത്രമാണ് ചെയ്തത് അല്ലാഹുവിന്റെ റസൂലേ എന്ന് ഞാൻ പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനു ശേഷം നീ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. വീണ്ടും ഗൗരവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. فما زال يكدرها علي حتى تمنيت أنا لم أكن أسلمت قبل ذلك اليوم. എപ്രകാരം അല്ലാഹുവിന്റെ റസൂൽ ഈ വാക്കിനെ എന്റെ മേൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഏത് വാക്കിനെ? അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനു ശേഷവും നീ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞുവോ? വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. ഏത് പ്രകാരം ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി, തമന്നൈതു, ഞാൻ ആഗ്രഹിച്ചു പോയി. ഏതുവരെ? അന്ന ലം അകുൻ അസ്ലംതു ഖബ്ല ദാലികൽ യൗം, ഈ ദിവസത്തിന് മുന്നേ ഞാൻ മുസ്ലിം ആകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. മുത്തഫഖുൻ അലൈഹി. ഇവിടെ വേറൊരു റിപ്പോർട്ടിൽ, ഇതേ ഹദീസിന്റെ വേറെ റിപ്പോർട്ടിൽ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച ആ ചോദ്യം, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചോദിച്ചതിനു കൂടെ ആ വേറൊരു ചോദ്യം കൂടി വേറെ റിവായത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയും ചോദിച്ചു. എന്താണ്? അഫലാ ശഖഖത അൻ ഖൽബിഹി, അഫലാ ശഖഖത അൻ ഖൽബിഹി, അദ്ദേഹത്തിന്റെ ഹൃദയം നീ പിളർത്തി നോക്കിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പോയില്ലേ എന്ന് അദ്ദേഹം അറിഞ്ഞിട്ട് തന്നെയാണോ പറഞ്ഞത്, അതല്ല വേറെന്തിനോ വേണ്ടി പറഞ്ഞത് എന്നുള്ള നിയ്യത്തിനെ അത് അറിയാൻ നീ അദ്ദേഹത്തെ ഹൃദയം പിളർത്തി നോക്കിയോ? അദ്ദേഹത്തെ ഉദ്ദേശ നിയ്യത്ത് എന്താണെന്ന് അറിയാൻ വല്ലാത്തൊരു വിഷയമല്ലത്. അല്ലാഹു റസൂൽ പറയാണ്, ചോദിക്കണം, അഫലാ ശഖഖത, നീ പിളർത്തിയോ? അൻ ഖൽബിഹി, അദ്ദേഹത്തിന്റെ ഹൃദയത്തെ തൊട്ട് നീ പിളർത്തി നോക്കിയോ? അദ്ദേഹം ഈ നിയ്യത്തിൽ തന്നെയാണ് പറഞ്ഞത് എന്ന്. അതുപോലെ തന്നെ അറിയാ റിവായത്തിനെ വിശദീകരിച്ചുകൊണ്ട് സഹാബാക്കൾ വീണ്ടും മറ്റൊരു റിവായത്തിൽ പറയുന്നുണ്ട്, ഈ മുഅവ്വിദൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞല്ലോ മുതഅവ്വിദൻ, അഭയം തേടിക്കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു, എന്താണ്? ഇന്നമാ ഖാലഹ ഖൗഫ മിനസ് സിലാഹി, ഇന്നമാ ഖാലഹ, അദ്ദേഹം തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹം പറഞ്ഞത് ഖൗഫ മിനസ് സിലാഹി, ഈ സിലാഹ് ആയുധങ്ങളെ കൊണ്ട് ഭയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ ആയുധം കണ്ടപ്പോൾ അത് ഇന്നെ കൊന്നുകളയുമെന്നുള്ള ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ ആയുധം കൊണ്ടുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പേടിച്ചുകൊണ്ട് പറഞ്ഞതാണ് അല്ലാഹുവിന്റെ റസൂല്. അതുകൊണ്ട് ഞാൻ കൊന്നത്, അല്ലെ ഇസ്ലാമിനെ ആഗ്രഹിച്ചിട്ടല്ല. അത്ര വരെ ഉണ്ട്. എന്നിട്ടും പോലും അല്ലാഹുവിന്റെ റസൂല് പറയണ അശഖഖത, നീ പിളർത്തിയോ എന്ന് ചെയ്താൽ ഖൽബി, അദ്ദേഹത്തിന്റെ ഹൃദയത്തെ നീ പിളർത്തിയിട്ടുണ്ടോ? ഈ വിഷയം അറിയുന്നതിന് തൊട്ട് അതായത് അദ്ദേഹത്തെ നീയത്തറിയാതിന് എന്തുകൊണ്ട് ആ വാക്ക് പറഞ്ഞില്ലേ, പിന്നെ എന്തിനു കൊന്നു എന്നാ മനസ്സിലാവും. അദ്ദേഹം പറയാണെന്ത്, അതുകൊണ്ട് ഞാൻ ഈ ദിവസത്തിന്റെ മുന്നേ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശം ഇസ്ലാം സ്വീകരിച്ചത് തെറ്റായി പോയിന്നല്ല, ഈ ദിവസത്തിന് മുന്നേ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടല്ല ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി ഇങ്ങനെ ഒരു പ്രവർത്തനം പ്രവർത്തിക്കേണ്ടി വന്നത്. അതേ സ്ഥാനത്ത് ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ്, ഈ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ഇത്ര മാരകമായിട്ടുള്ള ഒരു കാര്യം എന്നിൽ നിന്ന് വരുമായിരുന്നില്ലല്ലോ എന്ന് ആഗ്രഹിച്ചു പോയി. ഇതാണ് പറയുന്നത്. മനസ്സിലാണ്? അപ്പൊ നമ്മള് വളരെ അല്ലാഹുവിന്റെ റസൂല് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞു, പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? അദ്ദേഹത്തെ കാഫിർ എന്ന് വിളിക്കരുത്, അദ്ദേഹത്തെ ഇസ്ലാമിന് പുറത്താന്ന് മനസ്സിലാക്കാൻ പാടില്ല. അതിലേക്ക് ഒരു ഹദീസും കൂടി പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഹത്വം എത്രയധികം നമ്മൾ അറിഞ്ഞു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആര് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സിദ്ഖ് ഖൽബോട് കൂടിയിട്ട് വാസ്തവമാക്കിക്കൊണ്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളാണ്. അല്ലാഹുവാണ് ഇലാഹ്, ആരാധ്യൻ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിച്ച് കൊണ്ട് അത് ശരിക്കും വാസ്തവമാക്കി ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ സ്വർഗത്തിൽ കടക്കാതിരിക്കില്ല. ഒരു സഹാബി സഹാബിയുടെ പേർക്ക് ഓർമ്മയില്ല, അത് ഒരു സഹാബി റിപ്പോർട്ടിന്റെ ഹദീസിലുണ്ട്. മഹാനബറുകൾ പറഞ്ഞത് എന്താണ്?
എന്നോട് അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖ് ഖൽബോട് കൂടി ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സിദ്ഖ് ഖൽബോട് കൂടിയിട്ട് ഹദീസിലുള്ളത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. സിദ്ഖ് ഖൽബോട് കൂടി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഹറമല്ലാഹു അലന്നാർ, അള്ളാഹു താല അവന്റെ മേൽ നരകത്തെ അള്ളാഹു താല ഹറാമാക്കിയിരിക്കും, നിഷിദ്ധമാക്കി, നരകത്തിൽ തന്നെ അയാൾ പോകില്ല. അപ്പൊ ഈ സഹാബി ചോദിച്ചു, വൈൻ സനാബ സുദിഖ യാ റസൂലല്ലാഹ്, അള്ളാഹുന്റെ റസൂൽ അയാൾ കട്ടാലും വ്യഭിചരിച്ചാലും? അള്ളാഹുന്റെ റസൂൽ അങ്ങനെ തന്നെ. വീണ്ടും ചോദിച്ചു, വൈൻ സനാബ സദിഖ യാ റസൂലല്ലാഹ്, അത് വ്യഭിചരിച്ചാലും കട്ടാലും നരകത്തിൽ പോകൂലേ? അപ്പോഴും അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു, എന്ത്? അതെ, കട്ടാലും വ്യഭിചരിച്ചാലും. വൈൻ സനാബ സദിഖ, അങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചു. അപ്പോഴും പറഞ്ഞു കട്ടാലും വ്യഭിചരിച്ചാലും ശരി, നരകത്തിൽ പോകില്ല. ആ സഹാബി പറയാണ്, അള്ളാഹുന്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുന്റെ സഹാബി പറയാണ്, ആ ഹദീസ് ഞാൻ അവിടെ എന്റെ ഭരണം വരെ ഞാൻ പറഞ്ഞില്ല. കാരണം ഈ ജനങ്ങള് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അതിൽ മാത്രമാണ് മതിയാക്കിക്കൊണ്ട് ഞാൻ കെലിമ ചൊല്ലിയിട്ടുണ്ട്, വാസ്തവാക്കി ചൊല്ലിയിട്ടുണ്ട്, എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള നിലക്ക് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിന്റെ ശരിയായ മീനിങ് മനസ്സിലാക്കാതെ ജനങ്ങള് അതിൽ തെക്കിയ ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം വഫാത്തിന്റെ സമയമായപ്പോൾ അദ്ദേഹം പറയാണ്, വഫാത്തിന്റെ സമയമാകുമ്പോൾ ഈ ഇൽമ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടിയ ഇൽമു മറച്ചു വെക്കപ്പെടുന്നതിൽ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ചിന്ത വന്നത് കാരണത്താൽ അദ്ദേഹം ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് ഈ വിഷയം ഈ ഹദീസ് പറയുന്നു. കാരണം അതിന്റെ മീനിങ് തെറ്റിദ്ധരിക്കും ആൾക്കാർ. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ വാസ്തവമാക്കി ഇലാഹ അറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ, വാസ്തവമാക്കി കഴിഞ്ഞാൽ അയാൾ അങ്ങനെ വൻദോഷങ്ങളിലേക്ക് എന്തെങ്കിലും അയാൾ പോകില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഒരാളും എന്താ പറയാ വ്യഭിചരിക്കുകയില്ല ഈമാനോട് കൂടി. മനസ്സിലാവുന്ന, അതായത് അവന് മനഃപൂർവ്വം എന്ത് ചെയ്യില്ല, ഒരു പാപത്തിലേക്ക് പോകില്ല. അയാൾ ഖശിയത്ത് ഖൗഫ് ഉണ്ടാവില്ല. അയാളെ വാസ്തവമായി പറഞ്ഞ നല്ല ഖശിയെന്ന് ഖൗഫ് ഉണ്ടാവും. പിന്നെ മുഖദ്ദർ മുൻകടന്നുകൊണ്ട് സാഹചര്യത്തിന് വഴിപ്പെട്ട് അയാളെ പെട്ടുപോയാൽ അയാൾ ഉടനെ തൗബ ചെയ്ത് മടങ്ങും ചെയ്യും. അത്രക്ക് ഭയം അയാൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് അത് കണ്ടിന്യൂ ആയിട്ട് അയാൾ കൊണ്ടുപോകില്ല. വ്യഭിചാരായാലും കളവായാലും അത് കണ്ടിന്യൂ ആയിട്ട് ഒരു സത്യവിശ്വാസി അറിഞ്ഞു പറഞ്ഞ ആൾ കൊണ്ടുപോകില്ല. ഇനി അഥവാ അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി മനുഷ്യ സഹജമായിട്ടുള്ള കാരണത്താൽ അയാൾ ഒരു വൻദോഷം തന്നെ ചെയ്താൽ ഉടനെ വല്ലാതെ ഹഷീദ് വരും, കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യും. ആ തൗബ അയാൾ ഉള്ളിലുള്ള തൗബ കാണുന്നത് അതും അല്ല പുറത്തു കൊടുക്കാൻ സാധ്യത പുറത്തു കൊടുക്കും. അങ്ങനെ ഒരാൾ തൗബ ചെയ്ത് പുറത്തു കൊടുക്കും, ശിർക്കല്ലാത്തൊക്കെ പുറത്തു കൊടുക്കുന്നു. അല്ലാഹു തആല പറഞ്ഞ് ശിർക്കും, ആ ശിർക്ക് ഒഴിവാക്കിയാൽ അയാളെ കഴിഞ്ഞൊരു കലിമ ചൊല്ലി, പരിശുദ്ധ കലിമ ചൊല്ലി അയാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ കഴിഞ്ഞു പോയ പാപങ്ങൾ എല്ലാം പുറത്തു കൊടുക്കുന്നു. വ്യക്തല്ലേ? ഷിർക്ക് ചെയ്താൽ ആ ഷിർക്കോട് കൂടി പുറത്തു കൊടുക്കൂല, ആ ഷിർക്ക് പുറത്തു കൊടുക്കൂല എന്നാ. ആ ഷിർക്കോട് കൂടി ഒന്നും പുറത്തു കൊടുക്കുകയില്ല. ആ ഷിർക്കിൽ നിന്ന് അയാൾ തൗബ ചെയ്ത് മടങ്ങി കലിമ ചൊല്ലി, പരിശുദ്ധ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പോയ പാപങ്ങൾ അയാൾ ശിക്ഷിക്കപ്പെടൂല എന്നാണ്. അപ്പൊ പുറത്തു കൊടുക്കുമെന്ന് വ്യക്തല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ കലിമയെ വാസ്തവമാക്കിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കട്ടാലും വിചാരിച്ചാൽ അയാൾക്ക് അങ്ങനെയുള്ള ഹഷിയത്ത് വരികയും ആ വിധത്തിലുള്ള തൗബ അള്ളാഹു താല അള്ളാഹു താല തീർച്ചയായും തൗബ സ്വീകരിക്കുമെന്ന് പറഞ്ഞ വിധത്തിലുള്ള തൗബ ഇയാളിത് വരികയും അയാൾക്ക് അത് പുറത്തു കൊടുക്കുകയും. അതാണ് ഇതിന്റെ ആശയം. പക്ഷെ ആളുകൾ എന്ത് ചെയ്യും, തെറ്റ് ഇതിന്റെ ആശയം എല്ലാവരും എത്തൂല. അങ്ങനെ അയാൾ എന്ത് ചെയ്യും, പിന്നീട് ഇഷ്ടമുള്ളതൊക്കെ ഇന്ന് കള്ളത്തരീക്കത്തിനെ കണ്ടിട്ടില്ലേ? ചില കള്ളത്തരീക്കത്തിൽ കെലിമ ചൊല്ലി മാരിഫത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് റസൂലുള്ളാഹിന്റെ ബിംബത്തിനോട്ട് എത്തും. എല്ലാ നിസ്കാരം നിർബന്ധ കാര്യങ്ങള് അനുഷ്ഠിക്കുകയും അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളും സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഉന്നതമായ വറഇന്റെ അഹിൽക്കാരായിട്ട് മാറും. അത് വേറെ മാരിഫത്തൊന്നല്ല, വല്ല അദ്വൈത സിദ്ധാന്ത അഹംബ്രഹ്മാസ്മിയോ അങ്ങനെയുള്ളത് ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കണം. അല്ലാതെ ഒരാൾക്ക് അങ്ങനെ പറ്റൂല. ഞാനൊക്കെ എന്റെ ഷെയ്ഖായ നൂർഷാ, ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് മുദീൻ നൂരിഷ ജീലാനി റളിയല്ലാഹു അവരുടെ ഖുലഫാക്കൾ, അവരുടെ ജാനശിന്മാരിൽ നിന്നും ഞാൻ ഇൽമു കരസ്ഥമാക്കി. മാരിഫത്ത് കരസ്ഥമാക്കിയെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഭയഭക്തിയും കൂടുതൽ ശരീഅത്തിനോടുള്ള പ്രാധാന്യവും, നിസ്കാരം കൂടുതൽ സുന്നത്തുകൾ നിസ്കരിക്കാനും കൂടുതൽ ദിക്ർ ചെയ്യാനുള്ള ഒരു അവസ്ഥ, കൂടുതൽ അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കാനും ഹറാമിൽ നിന്ന് മാറാനുള്ള ഒരു അവസ്ഥ നമുക്ക് മശൈഖന്മാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതേതാണെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ശരി, അതൊക്കെ ഈ വക തട്ടിപ്പും തട്ടുനായങ്ങളും മുട്ടുനായങ്ങളും പറഞ്ഞ് നടക്കുന്നവരാണ്. മനസ്സിലാവുന്നു? ഏത് ഈ ലായിലായൊക്കെ എന്നുള്ള അതിന്റെ ഫഹമുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടേ അതോടെ ഇനി എന്തും ചെയ്യാ, വെറും ദിക്റിലായാൽ മതി, നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ ദിക്റിന് വേണ്ടിയിട്ടാണ്, നിസ്കാരം ഉപേക്ഷിക്കുക, ദിക്ർ മാത്രം ചെയ്താൽ മതി എന്നുള്ള ഉടായ്പ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലർ എന്താ പറയാ, ഷെയ്ഖന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചില അസ്മായിന്റെ അഹിലുകാർ, ചില സന്യാസിമാരാണ് അവർ. ശരിക്കും അദ്വൈതവാദികളാണ് അവർ. ഹിന്ദുസിൽ നിന്നാണ് അവരതൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
ഏതായാലും അവരെ ആ ഹിന്ദുസിന്റെ സന്യാസിമാരെ പ്രസംഗിപ്പിക്കുക സ്റ്റേജിൽ എന്നിട്ട് ഇതും അതൊക്കെ ഒന്നാണെന്നുള്ള വരുത്തി തീർക്കുന്ന മനസ്സിലാവുന്ന കെലിമ ചൊല്ലിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, നമ്മളെ പറ്റി നല്ലത് സംസാരിച്ച അയാൾ നല്ലവൻ തന്നെയെന്ന് വരുത്തി തീർക്കുന്ന അവസ്ഥ. നല്ലത് ചെയ്തവരൊക്കെ നല്ലത് തന്നെ, പക്ഷെ പരിശുദ്ധ കെലിമ ചൊല്ലിക്കൊണ്ട് കിട്ടുന്ന ആഖിറത്തുള്ള നേട്ടം അയാൾക്ക് കിട്ടൂല. ആഖിറത്തിൽ അയാൾക്ക് അവിടെ നേട്ടം കിട്ടില്ല. അയാൾ പരിശുദ്ധ കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച് അതിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതേത് സന്യാസികൾ അയാൾ നരകത്തിലേക്ക് തന്നെയാണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ നിന്ന് നമുക്ക് ഇസ്ലാമിനെ, പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ഒരു സന്യാസി, പരിശുദ്ധ ഖുർആൻ ശരിക്കും അറിയുന്ന ആ അറിഞ്ഞും കൊണ്ടും അയാൾ ഇസ്ലാമിനെ തൊട്ട് മുഖം തിരിച്ചു. അയാൾ എന്ത് ചെയ്തില്ല? ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല. അയാൾ ആ സന്യാസിത്തരത്തിനെ തുടർന്നു. അയാൾ മുസ്ലിം ആവാൻ തയ്യാറായില്ല. എന്നിട്ട് അപ്പൊ അയാൾ തീർച്ചയായും നരകത്തിലാണ്. അറിഞ്ഞതിന് ശേഷം മുഖം തിരിച്ചു കഴിഞ്ഞാൽ, അത് എന്താണ് നിഷേധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഖം തിരിച്ചു കഴിഞ്ഞാൽ, ഇത് ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായും നരകത്തിലാണെന്നാണ് അശരി അഖീദ പോലും. അങ്ങനെ അശരി മാത്തുരി എല്ലാ അഖീദയും അങ്ങനെ തന്നെ. പിന്നെ അങ്ങനത്തെ ആളുകളെ വെറുതെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ പാടുന്നു. സ്റ്റേജിൽ പ്രസംഗിപ്പിച്ചിട്ട് എന്തിനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മതസൗഹാർദ്ദം രേഖപ്പെടുത്താൻ. എന്തിനാണ് അല്ലാതെ എന്തിനാണോ ഈ ഗവൺമെന്റിനെ പേടിക്കണേ? എന്തിനാണ് ഈ RSSനെയും BHPനെയും പേടിക്കണേ? അള്ളാഹിനെ മാത്രം പേടിച്ചാ പോലെ. ഉപകാരപത്രം ഞാൻ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇവരൊക്കെ? ഞാൻ പറയണില്ല, മനസ്സിലാവുന്ന. അള്ളാഹിന്റെ റസൂലിനെ പേടിച്ചാൽ മതി. അള്ളാഹിന്റെ റസൂല് പറഞ്ഞ മത ഇതൊക്കെ ഉണ്ട്. അള്ളാഹിന്റെ റസൂൽ അങ്ങനെ തീവ്രവാദമോ ഭീകരവാദമോ ഒന്നും അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിപ്പിക്കാനാണ്. തീർച്ചയായിട്ടും അമുസ്ലിമീങ്ങൾ ആളുകളെ മനുഷ്യർ എന്ന നിലക്കും, അയൽവാസികൾ എന്ന നിലക്കും, സഹപ്രവർത്തകർ എന്ന നിലക്കും മനസ്സിലാവും. നമ്മുടെ കൂടെ കഴിയുന്ന മനുഷ്യരാണ്. അവരൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികളാണ്, അള്ളാഹു താലാന്റെ സൃഷ്ടികളാണ്. അവരൊക്കെ പരിപാലിക്കുന്ന അള്ളാഹു മാത്രമാണ്. അള്ളാഹ് അവരെ എന്ത് ചെയ്യുന്നുണ്ട്? റഹ്മാൻ എന്ന സിഫത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അള്ളാഹ് അവരെ പരിപാലിക്കണം, അവരെ സ്നേഹിക്കണം. അവരെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് രോഗം വന്നാൽ ശിഫയാക്കുന്നവരും, അവർക്ക് ദുഃഖം വന്നാൽ വിഷമം അകറ്റുന്നവരും അള്ളാഹുവാണ്. ആ നിലക്ക് അവരെ നമ്മൾ സ്നേഹിക്കണം. അവരോട് ഭീകരവാദം, തീവ്രവാദം, അവരെ കൊല്ലാൻ നടക്കോ പാടില്ല, വേറെ വിഷയം. അതുകൊണ്ട് മതം എന്ത് ചെയ്യാൻ പാടില്ല? മതത്തിന്റെ ആദർശവും ആശയവും കളഞ്ഞുകൊണ്ട് ആരായാലും ശരി തെറ്റാണ്. അപ്പൊ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ, മനസ്സിലാക്കിയെങ്കിൽ എന്റെ ശേഖന്മാർ ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞു. അത് എനിക്ക് പരിപൂർണ്ണ 100% ഹക്കാണെന്ന് എനിക്ക് നല്ല ഉറപ്പ്. എന്റെ ശേഖന്മാരാക്കില്ല. കാരണം ഞാനും കിതാബുദ്ധിയാണ്. മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉടായ്പൊക്കെ മൊയ്ലാമാരോടായാലും വേണ്ടില്ല, മൊയ്ലാമാരായാലും വേണ്ടില്ല, ഇനി വേറെ ഏതെങ്കിലും മൗലവിമാരായാലും വേണ്ടില്ല, സുല്ലമികളായാലും വേണ്ടില്ല, എന്താണ് മറ്റേ സലഫികളായാലും വേണ്ടില്ല, ആരായാലും ശരി, ഇയാത് ഉടായ്പുണ്ട് അത് മാറണം. മനസ്സിലാവുന്ന ഈ ആൾക്കാരൊക്കെ മുസ്ലിമീങ്ങളെ കാഫിറാണെന്ന് പറയും അല്ലെ? പള്ളിയിൽ ഇമാമുക്കണവരൊക്കെ എന്ത് ചെയ്യുക? പൂജാരികളാണ്. പള്ളികളൊക്കെ അമ്പലങ്ങളാണെന്ന് പറയാ. എന്താണ്? അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ്, ജൂതന്മാർ പോയി ബൈത്തുൽ മുഖദ്ദസ് നിരങ്ങിയാലും വേണ്ടില്ല. മുസ്ലിമീങ്ങളുടെ എന്താണ് കെലിമ ചൊല്ലിയവരല്ലേ ഹമാസ് ആളുകൾ. ആ മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്യരുത്? അത് കിട്ടാൻ പാടില്ല. എന്നാൽ ജൂതന്മാരെ ആരും ദജ്ജാലിന്റെ ആൾക്കാർ, ദജ്ജാലിനെ കൂടെ വിളിക്കാനാണ് അവർ തുടങ്ങുന്നത്. തെറ്റാണ്. ഞാൻ വ്യക്തികളെ പേരൊന്നും പറയാൻ തയ്യാറല്ല. കാരണം നമുക്കത് നമ്മുടെ ശേഖന്മാരെ പഠിപ്പിച്ചു തന്നിട്ടില്ല. വ്യക്തിപരം എന്റെ ശേഖന്മാരെ പഠിപ്പിച്ചു. വേറെ ആരെയും എനിക്കത് അറിയുമ്പോ അവര് പറയണ്ടല്ലോ, ഇവര് പറയണ്ടല്ലോ, എന്നോട് പറയണ്ടത്. നിങ്ങളെ സംഘടനപ്പെട്ട് ഇന്നാൾ പറഞ്ഞല്ലോ, ഒരാൾ പറയാം. എനിക്കറിയില്ല, എനിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. എന്റെ ഗുരുനാഥന്മാർ എനിക്കത് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്റെ ഗുരുനാഥന്മാർ എനിക്ക് പണ്ഡിതന്മാരെ ബഹുമാനിക്കണം. അവരെന്ത് തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തി കൊടുക്കുക. പക്ഷെ അവരെ പേര് പറഞ്ഞിട്ടും അവരെ ഈബത്ത് പറഞ്ഞിട്ടും മനസ്സിലാവില്ല. അങ്ങനെ അത്യാവശ്യമായിട്ട് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് അവരെ ഉപദേശിക്കുക. അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് അവരിലേക്ക് എത്താൻ വേണ്ടി വേണമെങ്കിൽ അവർ ഉപദേശിക്കാം. അല്ലാതെ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി അവരുടെ പേര് പറയാൻ പാടില്ല. അവർ നിന്ദിക്കാൻ വേണ്ടി അവരുടെ പേര് പറയാൻ പാടില്ല. അത് തെറ്റാണ്. നമുക്ക് തെറ്റ് തിരുത്തിയാൽ പോലെ എന്തിനാ അവരുടെ പേര് പറഞ്ഞിക്കാണ്ട് ഇങ്ങനെ ചെയ്യേണ്ടത്? എനിക്ക് എന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് ആർക്ക് എന്താ ഭാഷ മനസ്സിലായി? ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ആർക്ക് ഇന്നത്തെ ചില ആളുകളുടെ ഭാഷ ഉണ്ടാവും. കുരു പൊട്ടിയാലും ശരി, മനസ്സിലായോ? ശരി, ഓക്കെ. അത് അതിന്റെ ആശയം വ്യക്തമായിട്ട് എനിക്കറിയില്ല. അതായത് അവർക്ക് ദേഷ്യം പിടിച്ചാലും ശരി, അതാണ് ഞാൻ മനസ്സിലാക്കുക. അവർക്ക് ഇനി വെറുത്താലും ശരി, ഓരോ കരിഹൽ കാഫിറു എന്ന് പറഞ്ഞ മാതിരി ഇനി ഇവർക്കൊക്കെ വെറുത്താലും ശരി, ഞാൻ എന്റെ കാര്യം തുറന്നു പറയും. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം വ്യക്തിപരമായ നഫ്സിയായ കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് എന്റെ ശേഖന്മാർ പറഞ്ഞു തന്നത് ഞാൻ പറയാം. എന്റെ റസൂലിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്, എന്റെ മുത്തുനബിയിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. എന്റെ മുത്തുനബിയിൽ നിന്ന് എനിക്ക് ലഭിക്കാത്തതായ ഒരു ആശയം ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇതായാലും കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ പറഞ്ഞതായാലും ശരി, മനസ്സിലാവുന്നുണ്ട്. എന്റെ മുത്തുനബിയിൽ നിന്ന് എനിക്ക് ലഭിക്കാത്ത ഒരു ആശയം ഞാൻ പറയൂല. എന്റെ ശൈഖന്മാര് എനിക്ക് എന്റെ മുത്തുനബിയിലേക്ക് എത്തിച്ചു.
എന്റെ ശൈഖന്മാർ എന്നെ മുത്തുനബിയിലേക്ക് എത്തി. എനിക്ക് മുത്തുനബിയിൽ നിന്ന് എനിക്ക് എന്റെ മുത്തുനബിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആശയം ഞാൻ പറയും. എന്റെ മുത്തുനബി എന്റെ ശൈഖന്മാർ വ്യക്തമായിട്ട് എന്റെ മുത്തുനബിയിലേക്ക് എന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, അതാണ് ഞാൻ പറയണത്. എനിക്ക് പേടിയില്ല. അപ്പൊ എന്താ പറഞ്ഞ് ആ ഒരു ഹദീസിലേക്ക് വരുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആ ആളെ നമ്മൾ എങ്ങനെയായിരിക്കണം വിലയിരുത്തേണ്ടത് ഹദീസ് റസൂലുള്ള പറഞ്ഞതല്ലേ. ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി തആല സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ് പറയാം, നോക്കാം. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണ്. മനസ്സിലാവുന്നു? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം മഹാനവറുകൾ പറഞ്ഞു. മഹാനവറുകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാത്തനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ ഫദാലികൽ മുസ്ലിമു അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി ഫലാ തുഖ്ഫിറുല്ലാഹ ഫീ ദിമ്മതിഹി. എന്താണ് പറയുന്നത്? മൻ റസൂലുള്ളാഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ സ്വലാത്തനാ, നമ്മുടെ നിസ്കാരം ആര് നിസ്കരിച്ചു, വസ്തഖ്ബല ഖിബ്ലതനാ, നമ്മുടെ ഖിബ്ലയിലേക്ക് ആര് തിരിഞ്ഞു, വഅകല ദബീഹതനാ, നാം അറുത്തത് ആര് ഭക്ഷിച്ചു, ഫദാലികൽ മുസ്ലിമു, അവൻ മുസ്ലിമാണ്. നമ്മളല്ല, നമ്മളൊരു മാറ്റിത്താണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ലഹു, അവൻ എങ്ങനത്തെവനാണ്, ലഹു അവനുണ്ട്, ദിമ്മത്തുല്ലാഹി അല്ലാഹുവിന്റെ സംരക്ഷണമുണ്ട്, വദിമ്മത്തു റസൂലില്ലാഹ്, അതായത് ഹദീസിലുള്ളത് വദിമ്മത്തു റസൂലിഹി, അവന്റെ റസൂലിന്റെയും സംരക്ഷണമുണ്ട്. ഫലാ തുഖ്ഫിറുല്ലാഹ ഫീ ദിമ്മതിഹി, അല്ലാഹുവിന്റെ ദിമ്മതിഹി, ഫലാ തുഖ്ഫിറുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, ഫീ ദിമ്മതിഹി, അവന്റെ സംരക്ഷണത്തിൽ, അവന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതായത് ഫലാ തുഖ്ഫിറുല്ലാഹ എന്ന് പറഞ്ഞത് യഹ്ഫളൂ, നിങ്ങൾ സൂക്ഷിക്കുക. എന്തിനാ സൂക്ഷിക്കേണ്ടത്? അല്ലാഹുവിന്റെ സംരക്ഷണത്തെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും പറയുന്നതിനെയും പ്രവർത്തിക്കുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ ഈ ദിമ്മത്തിന്റെ സംരക്ഷണം അല്ല പറഞ്ഞതാണ്. മുത്തുനബി പറയാൻ അള്ളാഹുടെ സംരക്ഷണം അവർക്കുണ്ട്. ഈ അള്ളാഹുവിന്റെ സംരക്ഷണത്തെയും മറികടന്നുകൊണ്ടുള്ള വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അവന്റെ മേലെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും പറയുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ആരിലേക്കാണ്? അള്ളാന്റെ റസൂൽ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് തന്നെയല്ലേ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാന്റെ ദിമ്മത്തിന്റെ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? അല്ലാതെ നിങ്ങൾ എന്താ മനസ്സിലാക്കി? അള്ളാന്റെ നബിമാരാണ് നിങ്ങളെ വർത്താനം കേട്ടാലും മറ്റുള്ളവരൊക്കെ കാഫിര്യങ്ങളും നിങ്ങൾ അള്ള നേരിട്ട് നിയോഗിച്ച് പുതിയ നബിയാണെന്ന് തോന്നുമല്ലോ. നിങ്ങൾ ഇത്രയധികം വരെ പ്രകോപിച്ചുകൊണ്ട് ഈ എന്താ പറയുക, ജൂതന്മാർക്ക് മസ്ജിദുൽ അഖ്സ ജൂതന്മാർക്ക് കൊടുത്തോളിയെന്നും അവരവിടെ കൊണ്ട് ഇറങ്ങിക്കോട്ടെ എന്നും, അതുപോലെ തന്നെ ഈ മുസ്ലിം ഈ സുന്നികളായ ഇമാമിയങ്ങളൊക്കെ പൂജാരികളാണെന്നും കാഫിറാണെന്നും സുന്നികളുടെ പാരമ്പര്യമായി വരുന്ന പള്ളികളൊക്കെ അതൊക്കെ അമ്പലങ്ങളൊക്കെ പറയാൻ മാത്രം ഇത്ര വലിയ ഒരു ഭയഭക്തി, ഇതെന്താ അള്ളാന്റെ വഹി ഉണ്ടായി നിങ്ങൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെയും അള്ളാഹു പറയുന്നതിന് അപ്പുറം നിങ്ങൾ എന്തിനാ സൂറത്ത് നിസാ എടുത്തു നോക്കി? വേറെയും സൂറത്തുകളുണ്ട്, അത് വ്യക്തമായിട്ട് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. അതിലൊക്കെ ഇത് പറയുന്നുണ്ട്, ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ദീനില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള അള്ളാന്റെ റസൂലിന്റെ ദൗത്യം, അള്ളാന്റെ റസൂൽ നിങ്ങളിലേക്ക് എത്തിച്ച സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വാക്ക് പറയാൻ പാടും. നിങ്ങൾക്ക് അള്ളാനെ പേടിയില്ലേ? നിങ്ങൾ താടി നിറച്ചിലെ നീണ്ടില്ലേ? പറയാൻ പാടുന്ന തൗബ ചെയ്ത് എനിക്ക് അവരോടൊക്കെ പറയാനുള്ള തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക, ഈ അത് കുഫറിൽ നിന്ന് മടങ്ങുക, അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് നിഷേധിക്കുന്നതിൽ നിന്ന് മടങ്ങുക, അള്ളാഹിന്റെ സംരക്ഷണത്തെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച നിങ്ങൾക്ക് നന്ന്, നമുക്കും നന്ന്. എല്ലാവരോടാണ് പറയുന്നത്, അങ്ങനത്തെ വാക്കുകൾ പ്രയോഗിക്കുന്നത് എല്ലാവരോടും കൂടിയാ പറയുന്നത്. ഗൗരവമുള്ള കാര്യമാണ് ഗൗരവത്തിൽ പറയുന്നത്. അത് ചിരിച്ചു പറഞ്ഞാൽ പറ്റൂല, അതുകൂടി മനസ്സിലാക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അള്ളാന്റെ ദീനാണ്, അള്ളാന്റെ റസൂൽ നമുക്ക് കാണിച്ച കാര്യങ്ങളാണ്. അതിന് അങ്ങനെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തി കൊടുക്കുക, പക്ഷെ അതിന് വിട്ട് സംസാരിക്കാൻ പാടില്ല.
അതിര് വിടാൻ പാടില്ല. ദീനിന്റെ അതിരുകൾ വിട്ടുകൊണ്ട് ആരും സംസാരിക്കരുത്. ഒരാളെയും കാഫിറാക്കണ്ട, ഒരാളെ മുശ്രിക്കാക്കണ്ട, ഒരാളെ ബിദഅത്തിയാക്കണ്ട. അതിരുകൾ വിടരുത്. പ്രമാണങ്ങൾ പറഞ്ഞ അതിരുകൾ, ആ അതിരുകൾ സംസാരിക്കുക. അതല്ലാത്ത ഒരു വിധത്തിലാണെന്ന് പറയാം. അല്ലാതെ നമ്മള് ഹൃദയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫലാ ശഖഖത അൻ ഖൽബി, അവന്റെ ഹൃദയത്തെ തൊട്ട് നിങ്ങൾ കീറി നോക്കിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പിളർത്തി നോക്കിയോ? അതിൽ മഹാന്മാർ അതിന് വിശദീകരണം മൻ സ്വല്ലാ സ്വലാത്തന എന്ന് പറഞ്ഞ വിശദീകരണം നമ്മുടെ നിസ്കാരം നിസ്കരിക്കുകയോ അതായത് നമ്മളെ കിബിലയിലേക്ക് തിരിഞ്ഞു, അതായത് അതിന് വിശദീകരിച്ച മഹാന്മാർ ഇങ്ങനെയാണ്. ഒരാള് അള്ളാഹുവിന്റെ പരിശുദ്ധ കലിമ ചൊല്ലുകയും, ഒരാൾ വേറൊരു റിവായത്തിൽ വന്നത് മൻ ഷഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള റിവായത്തുണ്ട്. അപ്പൊ രണ്ടിനെയും കോമ്പിനേഷൻ, രണ്ടിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ അതിന് ഒരു ഹദീസ് വെച്ചിട്ട് വിശദീകരിക്കാൻ പാടില്ല. അതിനോടനുബന്ധിച്ച് മറ്റുള്ള ഹദീസുകൾ വരുമ്പോൾ അതുകൂടെ അനുബന്ധിച്ച് വിശദീകരിക്കും. അതായത് അതിൽ പറയുന്നത് നമ്മുടെ കെലിമ ചൊല്ലുകയും അല്ലെങ്കിൽ കെലിമ സാക്ഷ്യം വഹിക്കുകയും നമ്മുടെ കിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയും മനസ്സിലാ പരിശുദ്ധ കഅബ ശരീഫിൽ നിസ്കരിക്കുകയും എന്ന് പറയുമ്പോൾ കെലിമ ചെല്ലാത്തവർ പുറത്തായി. അള്ളാഹിന്റെ ദിമ്മത്തിൽ നിന്ന്, റസൂലിന്റെ ദിമ്മത്തിൽ, ഉത്തരവാദിത്തത്തിൽ, ദിമ്മത്തിൽ നിന്നാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അള്ളാഹിന്റെ റസൂലും അള്ളാഹുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ സ്വത്ത്, അവരുടെ സമ്പത്ത്, അവരുടെ രക്തമലത്തിന്റെ ദിമ്മത്ത് അള്ളാഹിന്റെ റസൂൽ ഉത്തരവാദിത്തം അള്ളാഹുന്റെ റസൂൽ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന് കവിഞ്ഞുകൂടെ അവരെ കൊല്ലാനോ അല്ലെങ്കിൽ അവരെ കുഫറിന്റെ ഫത്വ കൊടുക്കാതെ നിങ്ങൾ നിൽക്കേണ്ടെന്ന് അർത്ഥം. പരിശുദ്ധ കലിമ നമ്മുടെ കലിമ ചൊല്ലുകയും നമ്മുടെ കിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയും. അപ്പൊ കലിമ ചൊല്ലാത്തവർ പുറത്തായി അതിൽ നിന്ന്. അതുകൊണ്ട് കലിമ അല്ലാത്തവരൊക്കെ പോയിട്ട് കൊന്നോളി, അല്ലെങ്കിൽ കാഫിറാണ് എന്ന് പറഞ്ഞ് നടന്നോളി എന്നല്ല. അങ്ങനെ പറയാം. എന്തിനാണ് ഇങ്ങനെ ഈ കാഫിർ എന്ന പ്രയോഗം ഇങ്ങനെ പ്രയോഗിക്കേണ്ട ആവശ്യം? അവരിലേക്ക് നിങ്ങൾ ഉപദേശിക്കുക, സത്യം എത്തിച്ചു കൊടുക്കുക. അതിങ്ങനെ പ്രയോഗിക്കാനുള്ള സാധനമല്ലല്ലോ. അവര് നിഷേധികളാണ്. കാഫിർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംഭവമല്ല. അള്ളാഹും റസൂലിനെയും നിഷേധിച്ചു. അതല്ല ശരി എന്ന് പറഞ്ഞു. അവര് നിഷേധിച്ചു അതിനെ. അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ വേറെ ഏതോ മതം ഉണ്ടാക്കി. അങ്ങനെ അള്ളാഹും റസൂലും വരെ നിഷേധിച്ചു എന്നാണ് കാഫിർ. കാഫിർ എന്നാണ് നിഷേധിക്കുന്നവൻ അല്ലെങ്കിൽ പൂഴ്ത്തി വെക്കുന്നവൻ. സത്യത്തെ മനസ്സിലാക്കിയിട്ട് അത് പൂഴ്ത്തി വെച്ചിട്ട് മറ്റൊന്ന് കൊണ്ടുനടന്നു. ഇത്രയേ ഉള്ളൂ അതിനർത്ഥം. അതിങ്ങനെ പറഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്ന അവരെ ഉപദേശിക്കുക. നമ്മൾ അന്യമതസ്ഥരെ നമ്മൾ സാധിക്കുന്ന വിധത്തിൽ ഹിക്മത്തിൽ കൂടി നല്ല രീതിയിൽ അവർ ഉപദേശിക്കുക. എന്നിട്ട് അവരെ നിർബന്ധിക്കരുത്. കലിമ ചൊല്ലാൻ നിർബന്ധിക്കേണ്ട, ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ സത്യം. ഈ യഥാർത്ഥത്തിൽ ഇവിടെ സൃഷ്ടിച്ച സൃഷ്ടാവ് അള്ളാഹുവാണ്. നമ്മളെല്ലാം പരിപാലിക്കുന്ന അള്ളാഹു. യഥാർത്ഥത്തിൽ അവനെയാണ് ആരാധന. അവൻ നമ്മളിലേക്ക് റസൂലിനെ അയച്ചു. അവരെ വിശ്വസിക്കുക. എങ്കിൽ നിങ്ങൾക്ക് മരണശേഷം ഉന്നതമായ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിപ്പിക്കും. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് അവർ ശിക്ഷക്കും പാത്രബോധരാകുക മാറും. അത് സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. നിങ്ങൾ ഈ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അംഗീകരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കും. നിങ്ങളുടെ സ്നേഹത്തോടാണ്. വേറെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, അല്ല നിങ്ങൾക്ക് നിർബന്ധമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ നിർബന്ധമില്ല. നിങ്ങൾ ചോയ്സ്. ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഇങ്ങനെ മതി. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ അവരുടെ ചോയ്സ് ആണ്. അള്ളയും റസൂലും വരെ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അവർ സ്വീകരിക്കും. അത്രയല്ലോ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കും. അപ്പൊ എന്താണ് കിബിലയിൽ നിന്നും അപ്പൊ കലിമ ചൊല്ലാത്തവർ ദിമ്മത്തിൽ നിന്ന് പുറത്തുപോയി എന്നാ പറയുന്നത്. കലിമ ചൊല്ലാത്തവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേക സംരക്ഷണം, എല്ലാ സംരക്ഷണം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ പ്രത്യേകമായ അള്ളാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണത്തിൽ നിന്ന് അവർ പുറത്തുപോയി എന്നാണ് പറഞ്ഞത്. അത് തീരെ സംരക്ഷണമില്ല. അവരെ സംരക്ഷിക്കണമൊക്കെ അല്ല തന്നെയല്ലേ. അന്യമതസ്ഥരെയും സംരക്ഷിക്കണ അല്ല തന്നെയല്ലേ. അവർ അള്ളാഹുവിന്റെ റസൂൽ വിശ്വസിച്ചില്ല, അല്ല തന്നെയാണ് അവരെ സംരക്ഷിക്കുന്നത്. പക്ഷെ പ്രത്യേകമായ സംരക്ഷണം അവർ പുറത്തു. പിന്നെയോ നമ്മുടെ കിബിലയെ തൊട്ട് നിസ്കരിക്കുന്നവർ. അപ്പൊ കിബിലയെ തൊട്ട് നിസ്കരിക്കാത്ത, ഉദാഹരണമായി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നവർ ജൂതന്മാരാണ്. അവര് ആ ബൈത്തുൽ മുഖദ്ദസിൽ തിരിഞ്ഞ് നിസ്കരിക്കുന്നവർ ഇതിൽ നിന്ന് പുറത്തുപോയി. ഈ ദിമ്മത്തിൽ നിന്ന്, ഈ സംരക്ഷണത്തിൽ പുറത്തുപോയി, ഈ പ്രത്യേക സംരക്ഷണത്തിൽ നിന്ന് പുറത്തുപോയി. അതുപോലെ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്നവർ ക്രിസ്ത്യാനികളിൽ നിന്ന് പുറത്തുപോയി, ഈ സംരക്ഷണത്തിൽ നിന്ന് പുറത്തുപോയി. നാം അറുത്തത് ഭക്ഷിക്കാത്തവർ അത് ജൂതന്മാരൊന്നും മുസ്ലിമീങ്ങൾ അറുത്തത് അവർ ഭക്ഷിക്കില്ല. മുസ്ലിമീങ്ങൾ അറുത്തത് ഭക്ഷിക്കാത്തവർ കുറെ ചിന്തിക്കാനുണ്ടായിരുന്നു. മനസ്സിലാവുണ്ട്. അതായത് പരിശുദ്ധ കലിമ ചൊല്ലി അള്ളാഹിന്റെ കിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നവരാണ് മുസ്ലിം എന്ന് പറഞ്ഞാലോ. ഇപ്പൊ മുസ്ലിം ആരാന്ന് പറഞ്ഞാലോ, ആ മുസ്ലിമീങ്ങൾ അറുത്തത് അതാണ്, ഇതാണ്, മറ്റേതാണ്, മറിച്ചതാണ്, അതുകൊണ്ട് അത് ഞങ്ങൾ നിന്നൂല, അതാണ് ചിന്തിച്ചോളി. വെറുതെ ഈമാൻ സംരക്ഷിച്ചു. നാം അറുത്തത് ഭക്ഷിക്കാത്തവർ, മനസ്സിലാവുന്നത് ഭക്ഷിക്കാത്തവർ. അപ്പൊ അതിൽ ജൂതന്മാര് പുറത്തു പോകും.
അവരിങ്ങനെ ഭക്ഷിക്കാത്തവരാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അങ്ങനെയാണ് മഹാന്മാർ എന്ത് ചെയ്യുന്നത്, അതിന് വിശദീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ആരും തന്നെ ഒരു മുസ്ലിമിന് കാഫിർ എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മളത് ഫത്വ കൊടുക്കണം. നമ്മൾ അവർ ഉപദേശിക്കുന്ന നന്മയിലേക്ക് നയിക്കും. എല്ലാവരും, ഞാൻ അടങ്ങുന്ന എന്നോടും കൂടി ഉപദേശിക്കും, നാം അടങ്ങുന്ന എല്ലാവരും കൂടി എന്ത് ചെയ്യണം, നമ്മളെ പരസ്പരം ശുദ്ധീകരിക്കാൻ, നമ്മൾ അങ്ങോട്ട് തെറി പറയാതിരിക്കും, നമ്മൾ ഒരാളെ നിന്ദിക്കാതിരിക്കും, ഒരാളുടെ മേൽ പഴിയാടാതിരിക്കും, ഒരാളെ ആക്ഷേപിക്കാതിരിക്കും, ഒരാളെ ന്യൂനതകൾ വ്യക്തിപരമായിട്ട് അവരെ ആ ന്യൂനതകള് പുറത്തുവിടാതിരിക്കും. മനസ്സിലാവുന്ന തെറി പറയാതിരിക്കും. ഇസ്ലാം എന്നുള്ള നിലക്ക്, മുസ്ലിം എന്നുള്ള നിലക്ക്, അള്ളാഹു റസൂൽ വിശ്വസിച്ചവരെന്ന നിലക്ക് നമ്മൾ എല്ലാവരും ഇണക്കത്തോടും സ്നേഹത്തോടും കൂടി സൽഭാവനയോട് കൂടിയിട്ട് നമ്മൾ നിൽക്കണം. ഒരിക്കലും നമ്മൾ ദൂഷ്യഭാവന വെക്കരുത്. ഭാവനകളിൽ അധികവും പൈശാചികമാണ്. മനസ്സിലാവുന്ന ഇത്തക്കുള്ള ഭാവനയെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. കാരണം അതിൽ കൂടുതലൊന്നും ഇന്ന ഭാവന്നെ ഇസുമുൻ, അതിൽ നിന്ന് ചില ലന്നുകളൊക്കെ പാപം തന്നെയാണെന്നാ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഭാവിച്ചതാവില്ല അവരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ ഭാവനകളും വെറുതെ ഭാവിക്കണം. അവരോട് കൂടി സംസാരിക്കുക കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഭാവിക്കാതെ ചീത്തത് ഭാവിക്കാതിരിക്കും. അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളോടും നമ്മുടെ കൂടെയുള്ളവർ പലപ്പോഴും നമുക്ക് അള്ളാഹു നമുക്ക് സഹായികളായിട്ട് വെച്ചത് പോലും ചിലപ്പം അമുസ്ലിമീങ്ങളായിരിക്കും. പലപ്പോഴും അവരായിരിക്കും വരുന്നത്. എനിക്കൊക്കെ പലപ്പോഴും അമുസ്ലിമീങ്ങൾ സുഹൃത്തുക്കൾ ധാരാളമാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരുന്ന കാലം, ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലം, ആ കാലഘട്ടത്തിൽ എത്രയോ സഹപ്രവർത്തകർ, കൂടുതൽ അവിടെയുള്ള സഹപ്രവർത്തകർ ഹിന്ദുസാണ്. എന്ത് സ്നേഹത്തോടെ ഞങ്ങൾ അവിടെ അങ്ങോട്ട് പെരുമാറിയിരുന്നത് മനസ്സിലാവും. ഞാൻ നബിദിനായിട്ടുണ്ടെങ്കിൽ ലഡുവൊക്കെ കൊണ്ടുപോയി വരും. എന്തോ ഒരു ഇഷ്ടം അവർക്ക്. ഞാൻ അജ്മീറിലൊക്കെ പോയി വരുമ്പോൾ മിഠായി, അവിടുത്തെ അജ്മീറിന്റെ മിഠായി എന്തോ ഒരു ഇഷ്ടമാണ്. മോഡലിലെ പ്രിൻസിപ്പലാണ് സുഭാഷ് മാഷ്. അവർക്ക് വലിയ ഇഷ്ടമാണ്. അജ്മീറിലൊക്കെ ഞാൻ പോകുമ്പോൾ അവർ പറയും, അവിടെ പോയിട്ട് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വരുമ്പോൾ മിഠായി ഒക്കെ കൊണ്ടാല് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. മനസ്സിലാവും. അവർ നല്ല രീതിയിലാണ്. ഇപ്പൊ ഞാൻ എന്റെ അയൽവാസികൾ ചുറ്റുള്ള അധികവും ഹിന്ദുസ്. എന്ത് രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറുന്നത്? പല ആവശ്യങ്ങൾക്കും പല പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നോട് അവർ ബന്ധപ്പെടാറ്. അവർ ചില കാര്യങ്ങൾ വരുമ്പോ ഞാനും അങ്ങോട്ട് ബന്ധപ്പെടും. എന്തിനാണിത്? ഇസ്ലാം അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചെന്ന മാതൃകയായോണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ദീനാണ് വലുത്, എനിക്ക് ദീനാണ് വലുത്, മതമാണ് വലുത്. അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചെന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല അള്ളാഹു എനിക്ക് അവന്റെ സൃഷ്ടികൾ എന്നുള്ള നിലക്ക്, എന്റെ സഹപ്രവർത്തകർ എന്നുള്ള നിലക്ക്, എന്റെ അയൽവാസികൾ എന്ന നിലക്ക്, എന്നെ സ്നേഹിക്കുകയും എന്നോട് കാരുണ്യം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ എന്ന നിലക്ക് എന്റെ കൽവിൽ എനിക്ക് അവരോട് സ്നേഹം നിൽക്കണോ? അള്ളത്തെ സ്നേഹമാണത് അവരോട്. അള്ളാന്റെ സൃഷ്ടികളാണ്. മനസ്സിലാവുണ്ടോ? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോ അമുസ്ലിമീങ്ങളാവട്ടെ, അവരോട് അള്ളാഹും റസൂലും പറഞ്ഞ പരിധി വെച്ചുകൊണ്ട് അവരെ സ്നേഹിക്കണം, അവരോട് കാരുണ്യം പ്രവർത്തിക്കണം, അവരോട് സഹകരിക്കണം, അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. മതത്തിന്റെ കാര്യം വരുമ്പോൾ മതമായിരിക്കണം ഒന്ന്. അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. എന്റെ അടുക്കൽ പലപ്പോഴും അയ്യപ്പൻ വിളക്കിന് വേണ്ടിയിട്ട് അവര് മലക്ക് പോകുമ്പോ എന്നെ വിളിക്കും ഭക്ഷണത്തിന് വേണ്ടി. ഞാൻ പറയും, ഒന്നും ഉണ്ടായിട്ടില്ല, നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളില് ബഹുദൈവാരാധന പാടില്ല, അത് വലിയ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ബഹുദൈവാരാധനക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഇങ്ങോട്ട് പോണത്. എന്റെ അറിവിൽ അങ്ങനെയാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ അതിനുള്ള കാര്യങ്ങളിൽ നിങ്ങളോട് സഹകരിക്കാൻ പാടില്ല. അതുകൊണ്ടാട്ടോ അവിടെ അതിനു വേണ്ടിയിട്ട് ആയതുകൊണ്ട് ആണ് ഞാൻ വരാത്തത്. മനസ്സിലായോ? അല്ലാത്തത് ഞാൻ നിങ്ങൾക്ക് അല്ലാത്ത ടൈമിൽ നിങ്ങൾ ഭക്ഷണം കൊടുത്തരാന്ന് ഞാൻ സ്വീകരിക്കാറുണ്ടല്ലോ. പക്ഷെ ആരാധനപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചിലപ്പോൾ അവർ അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും പ്രസാദമൊക്കെ അതായിട്ട് വരും, പലയിടത്ത് പോയി വരുമ്പോഴും ഞാൻ ഉള്ള തുറന്ന് പറയും. ഞാൻ ചിരിച്ചിട്ട് തന്നെ പറയില്ല, അവർക്ക് അറിയാം തന്നെ. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ അവർ സ്വീകരിക്കാറുണ്ടല്ലാണ്ട് അത് വരുമ്പോൾ ഞാൻ പറയും, പ്രസാദമല്ല അമ്പലത്തിൽ പോയിട്ടുള്ളതല്ല, ഞങ്ങൾക്ക് പാടില്ലാത്തോണ്ട് കേട്ടോ, ഒന്നും വിചാരിക്കരുത് കേട്ടാ. കാരണം അങ്ങനെ അവർക്ക് മനസ്സിലാവും. അവരിപ്പോ നമ്മള് പള്ളിയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവര് വരും. അവര് വരില്ലല്ലോ, നമ്മള് അങ്ങനെ വരാൻ പാടില്ലല്ലോ. അവര് വരാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ വരില്ല. എങ്ങനെ? അവരതിൽ വിശ്വസിക്കുന്ന കാലത്തോളം അവർ വരില്ലല്ലോ. അങ്ങനെ തന്നെയാണല്ലോ അതിന്റെ യാഥാർത്ഥ്യം. ആ വിശ്വാസത്തിൽ നിന്ന് മാറി നമ്മളതാണ് ശരിയാണെന്ന് പറഞ്ഞെങ്ങാണ്ട് ഇസ്ലാമിന്റെ കെലിമൊക്കെ ചൊല്ലി ഇതായാലല്ലേ പിന്നെ പള്ളിയിലേക്ക് വരാൻ പാടുള്ളത് അവർക്കും അറിയാം ആ നിയമം അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കാരണം അവർക്ക് തന്നെ അറിയാം അശുദ്ധി ഉണ്ടാവുമ്പോൾ പാടില്ല എന്ന് അവർക്ക് തന്നെ അറിയാം കാര്യങ്ങളൊക്കെ. നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം നമ്മളെക്കാൾ കൂടുതൽ ആ വിഷയമൊക്കെ അവർക്ക് അറിയണത്.
അറിയുന്നവരാണ്. എന്റെ ഒക്കെ അറിവില് മറ്റേ ക്രിസ്ത്യാനികളെക്കാട്ടൊക്കെ കൂടുതൽ ശുദ്ധിയും അശുദ്ധിയും ഒക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നവര് മനസ്സിലാവുന്നുണ്ട്. മനുഷ്യ സഹജമായ അശുദ്ധിയൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ ഹൈന്ദവരാണെന്നാണ് എന്റെ ഒക്കെ അറിവ്. ഞാൻ അവരോട് കുറച്ച് ഇടപഴകിയവരാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അവര് കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ പോവാറുണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പൊ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കി നടക്കണം. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചും ഖുർആനെ സംബന്ധിച്ച് ശരിയാത്തിൽ പഠിക്കാതെ കണ്ട് തോന്നിയമായിരുന്നോ മനസ്സിലാക്കിയിട്ട് ആരൊക്കെ പ്രസംഗിക്കുന്നവരുണ്ടാവാം. എനിക്ക് അവരോടൊന്നും പറയാനില്ല. എനിക്ക് എന്റെ ഗുരുനാഥന്മാരിൽ പഠിച്ചെടുത്തത് സത്യമാണെന്ന് ഓർത്തണം. ഇസ്ലാമിനെ കുറിച്ചായിക്കൊണ്ട് എല്ലാം പ്രശ്നമാക്കി നടക്കുന്ന ഒരു രീതിയല്ല എന്റെ അടുത്തുള്ളത്. ഇസ്ലാമിന് ശരീഅത്തുണ്ട്, ശരിയായ നിയമമുണ്ട്. പക്ഷെ അതിനൊക്കെ എങ്ങനെയൊക്കെ ലാഘവത്വം, അതായത് എങ്ങനെയൊക്കെ അത് പ്രയാസകരമല്ലാത്ത വിധത്തിൽ റസൂലും സഹാബാക്കളും അത് പ്രയാസമല്ലാത്ത രീതിയിലും വളരെ വിശാലമായ രീതിയിലുമാണ് ഈ ശരീഅത്തിന്റെ ഹറാമുകളും ഹലാലുകളെയൊക്കെ അവർ വളരെ വിശാലമാക്കിയിട്ട് എന്താ പറയാ അതൊരു സൗന്ദര്യമാക്കിയിട്ട് അവർ കൊണ്ടുവരും. എന്നാൽ ഇന്ന് പല ആളുകളും ഫിഖ് പഠിച്ചിട്ട് തലേ വെച്ച് കേറിയിട്ട് ഫിഖ് കർമ്മശാസ്ത്രം പഠിച്ചിട്ട് അതൊരു കടുപ്പാക്കി കണ്ടിട്ട് സ്വന്തം കുടുംബ ബന്ധം പോലും മുറിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ശരീഅത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന പലരെയും നമുക്കിന്ന് കാണാൻ സാധിക്കും. സ്വന്തം കുടുംബം പോലും പിന്നീട് ബന്ധങ്ങളില്ലാതായി മാറുക. അതുകൊണ്ട് അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് എന്തിനാ ഓന് ആരാമാരമായി നമ്മളെ പുറത്തു നിർത്തും. യാതൊന്നിനും പങ്കെടുക്കൂല, കല്യാണത്തിന് പോലും അവൻ വരൂല. വല്ലാത്ത ശരീഅത്താണ്. ഇങ്ങനെ കുടുംബന്ധം മുറിക്കൽ അതിനേക്കാൾ വലിയ തെറ്റാണ്. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ പറയുന്ന, നിങ്ങൾ ഫിഖ് പഠിച്ച് പറഞ്ഞ ഈ ഹറാമുണ്ടല്ലോ, ആ ഹറാമ് ശരി, അത് ഹറാം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയതായ തെറ്റുകൾ വേറെ വരുന്നുണ്ട്. നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾ സഹാബാക്കളെയും അതുപോലുള്ള മശായഖന്മാരും എന്താണ് അവർ അനുവർത്തിച്ച് പോന്നിരുന്നെന്ന് കൂടി ഒന്ന് ചിന്തിക്കണമല്ലാണ് കാലഘട്ടത്തിനനുസരിച്ചിട്ട്. പിന്നിലെ കുറച്ചൊന്ന് പോണത് നല്ലതാണ് സഹാബാക്കളുടെ ജീവിതത്തിലേക്ക്. അവരിൽ നിന്നാണ് ഇത് വന്നത്. അവരെത്ര സൗന്ദര്യപരമായി സുന്ദരമായിട്ടാണ് അവര് യുദ്ധങ്ങളിൽ പോലും അതുപോലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ അവർ പുലർത്തിയിരുന്നതും കൂടി നമ്മൾ നോക്കണം. വെറുതെ അങ്ങനെ ഫിഖിന്റെ ഒരു കാര്യം ഇങ്ങനെ വെളുത്ത കടലാസിൽ കറുത്ത മഷിയുടെ എഴുതിക്കണ വെച്ചിട്ട് അല്ലാണ്ട് ബുദ്ധിമുട്ടിക്കണ്ട. ഏറ്റവും വലിയ പാപം അള്ളാഹുന്റെ റസൂൽ അള്ളാഹും വെറുത്ത കാര്യം മുഖത്ത് പോലും നോക്കൂല നിങ്ങൾ. സിലഹ് റഹ്മി, കുടുംബന്ധം മുറിക്കല്, അത് വലിയ തെറ്റാണ്. നിങ്ങളുടെ ഒരു കാര്യം ശരീഅത്തിന്റെ പല നിയമങ്ങളും ചില സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് ശരിക്കും പോലെ പഠിക്കുക. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതുണ്ട്, അത് ശരിയാൻ പോലെ പഠിക്കുക. തൊഫയിൽ ഉണ്ടാവും, ഫത്തുൽ മുഅ്മിൻ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ശരിക്കും പോലെ നോക്കാണ്ട് പോയിട്ടുണ്ടാവും. കാരണം ഞാൻ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ എന്റെ ശിഷ്യന്മാർ നിർബന്ധം നടപ്പിലാക്കിയിരിക്കണം. അവിടെ ദീനല്ല അവർക്ക് വിഷയം. എന്നാൽ പലയിടത്തും ചില വിഷയങ്ങളില് ലറുറത്തിന്റെ വിഷയങ്ങളിൽ ഫിത്നയാവാത്ത വിഷയങ്ങളില് പലയിടത്തും എങ്ങനെയൊക്കെ ഫിത്ന ഉണ്ടാവുമെന്ന് തോന്നാണെങ്കിൽ ഫിത്ന ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയെന്നൊക്കെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അത് ഫിത്ന ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കാം എന്ന് ഫിഖിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പഠിക്കണം. ഫിത്ന ഉണ്ടാവുമ്പോൾ എന്താവണം? വലിയ പാപം ഫിത്ന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പാപം വരുമെന്ന് തോന്നാണെങ്കിൽ അവിടെ ചില കാര്യങ്ങളിൽ പാപങ്ങളൊന്നും വരില്ല, ഫിത്നയെ ഭയപ്പെടുന്നില്ല എങ്കിൽ അവിടെയുള്ള ശരീഅത്തിന്റെ ഫിഖ് അതേ വിഷയത്തിൽ തന്നെ എന്താണ് ചില കാര്യങ്ങൾ ഉണ്ട്, അതുപോലും മറികടന്നുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഇതൊക്കെ ശരിക്കും പഠിക്കണം. എന്നിട്ട് ഇത് പൊതുജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇസ്ലാം അങ്ങനത്തെ കാടത്തരാണ്, ഇങ്ങനത്തെ കാടത്തര നമ്മളെ കൊണ്ടാണത്. അള്ളാന്റെ റസൂൽ പറയുന്ന അപ്പുറം നമ്മൾ എന്ത് ചെയ്യണ്ട. ഫിഖിന്റെ ഇമാമിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ശരിയാവണത്തിൽ ഒന്നും കൂടി ഒന്ന് പരിചിന്തനം ചെയ്താൽ മനസ്സിലാവുന്ന. അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ കണ്ട് നമ്മള് ഇങ്ങനെ കാട് കയറുമ്പോഴുണ്ട് ഇസ്ലാമിന് വെറുതെ പേരുകൾ ഉണ്ടാക്കരുത്. എനിക്ക് പറയാനുള്ളതാണ്, എല്ലാ വിഷയത്തിലും പറയാനുള്ളതാണ്. ഇസ്ലാം നമ്മള് വെറുതെ ഒരു കാഠിന്യം, ഇസ്ലാം പറയാത്ത കാഠിന്യം പ്രവർത്തിച്ചിട്ട് കുടുംബബന്ധങ്ങൾ മുറിച്ചിട്ടും സമൂഹമായുള്ള ബന്ധം മുറിച്ചിട്ടും ഇങ്ങനെ വലിയൊരു ദീനി അല്ലാഹു തആല നാളെ എന്താണ് നമ്മളെ വിലയിരുത്തുന്നത്? കാരണം അവിടെ അങ്ങനത്തെ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്നുള്ള ഫിഖ് പറയുന്നുണ്ടോന്ന് 100 പ്രാവശ്യം നിങ്ങൾ നോക്ക്. ഒരു പ്രാവശ്യം പോരാ, 100 പ്രാവശ്യം നിങ്ങൾ നോക്കണം. കാരണം അങ്ങനെയാണ് ഇത് വിഷയം. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്.
ഈ സാഹചര്യത്തിൽ ഫിഖ് എടുത്ത് നല്ല നോക്കണം. 100 പ്രാവശ്യം നോക്കിയാൽ പറയും. വീണ്ടും അടുത്ത കിതാബ് എടുത്ത് നോക്കണം. അതിന്റെ അപ്പുറം വേറെ കിതാബ് ഉണ്ടോ നോക്കണം. എന്നിട്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ വല്ല ആനുകൂല്യങ്ങൾ ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ വേണ്ടോ. ഫിഖിയിലില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ട. ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കണം എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഇവിടെ സ്നേഹത്തോടും സഹോദര്യത്തോടും കൂടിയിട്ടും നമ്മൾ ഇസ്ലാമിന്റെ ദായരത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. ഇസ്ലാമിന്റെ ആദർശത കൊണ്ട് കഴിയണം. ആരെ കാഫിർ എന്ന് വിളിച്ചുകൊണ്ട് ഒരു മുസ്ലിമിനെയും നിങ്ങൾ പരാമർശിക്കരുത്. ഒരു ഹൈന്ദവനെ നിങ്ങൾ കാഫിർ എന്ന് വിളിക്കുക. ഇസ്ലാമിൽ എവിടെയും പറയുന്നുണ്ട് നിങ്ങൾ അവനെ കാഫിർ എന്ന് വിളിക്കൂ. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എന്തിനങ്ങനെ വിളിച്ചു നടക്കണേ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അടങ്ങുന്ന മുസ്ലിം സമുദായത്തിനോടാണ് പറയുന്നത്. ഇസ്ലാമിൽ എവിടെയെങ്കിലും അവരെ നിങ്ങൾ കാഫിർ എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ തന്നെ ആ യുഹന്നാസ് എന്നാണ് പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലയോ ജനങ്ങളെ, എന്ത് നല്ല പ്രയോഗമാണ്. അല്ലയോ ജനങ്ങളെ, എന്നിട്ട് ഇങ്ങനെ ഒരു കാഫിറും മുശ്രിക്കും പറയാൻ നടക്കുക. ഞാൻ അടങ്ങുന്ന എന്റെ സമുദായം ആളുകളെ കാഫിറും മുശ്രിക്കും പറഞ്ഞു. തെറ്റുതിരുത്തണം. സ്നേഹത്തിന്റെ വാക്കുകൾ പ്രയോഗിക്കും. കാരുണ്യത്തിന്റെ വാക്കുകൾ പ്രയോഗിക്കും. ജനങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.